ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇഫ്താറിൻ്റെ സമയത്ത് അല്ലെങ്കിൽ 4 മണി ചായയുടെയൊക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്പൈസി ആയിട്ടുള്ള ഒരു മുട്ട വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പൊട്ടാറ്റോ എഗ് ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇതൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യം ഇതിലേക്കുള്ള മാവ് ഒന്ന് കുഴച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ടൊരു പാത്രത്തിലേക്ക് 1.5 കപ്പ് അളവിൽ മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണിന് താഴെ മതിയാവും കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഒരു 1 ടീസ്പൂൺ ഉണക്കമുളക് ചതച്ചതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് ഒരു 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർത്തിട്ട് പൊടിയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ആദ്യം കൈ വെച്ചിട്ട് നല്ലോണം ഇതുപോലെ തിരുമ്മി എടുക്കണേ. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുക. അപ്പോൾ ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം മതിയാവും കേട്ടോ. വെള്ളം കൂടി പോകണ്ട. ഇത്തിരിയെങ്കിലും കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പരത്തിയിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒക്കെ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചപ്പാത്തിക്ക് കുഴക്കുന്നത് ഈ ഒരു രീതിയിലൊന്ന് കുഴച്ചെടുത്താൽ മതിയാകും. എന്നിട്ട് ഇത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. നമുക്കിതിലേക്കുള്ള മസാലയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വരണമല്ലോ. അപ്പോൾ ആ ഒരു സമയം ഇതിവിടെ ഇരുന്നോട്ടെ. ഇനി മസാല റെഡിയാക്കാനായിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു മീഡിയം സൈസിൽ വരുന്ന 2 സവാള ഒന്ന് കൊത്തിയരിഞ്ഞിട്ട് കൊടുക്കുക. പിന്നെ ഒരു 2 പച്ചമുളക് ചെറുതായി മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഇഞ്ചി, ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചിയും പൊടിയായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും, പിന്നെ ഈ ഒരു ഉള്ളിയിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ ചേർത്തിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. സവാള വഴറ്റിയെടുക്കുന്ന സമയത്ത് ഒരുപാട് ഇങ്ങനെ വഴന്ന് ഉടഞ്ഞു വരേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ട് കടിക്കുന്ന ഒരു ടേസ്റ്റിന് ഉണ്ടായിക്കോട്ടെ കേട്ടോ. അതാ ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാകും. ഈ സമയത്ത് ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുക. ആദ്യം ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1.5 ടീസ്പൂണിൻ്റെ അടുത്ത് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല എരിവുള്ള പൊടിയാണെങ്കിൽ 1 ടീസ്പൂണൊക്കെ മതിയാകും. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. കുരുമുളകിൻ്റെ കൂടെ ഇത്തിരി വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കണേ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. ഫ്ലേവർ നോക്കിയിട്ട് ഒരു ഇത്തിരി വേണമെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറ്റം വരുത്താം. ഇത്രയും മസാലപ്പൊടികളാണ് വേണ്ടത്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ചിക്കനാണ് ഇതിലേക്ക് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി ഒരു 100 ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ, കുറച്ച് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുത്തതാണ്. അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതിലേക്ക് മിക്സ് ആക്കി എടുക്കണം. ആ ഒരു ഉള്ളിയും മസാലയും ഒക്കെ ചിക്കനിലേക്ക് അത്യാവശ്യം നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടിക്കോട്ടെ കേട്ടോ. നല്ലോണം ഇതുപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് മല്ലിയില, ഒരു 1-2 ടേബിൾ സ്പൂൺ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ലാസ്റ്റ് ഇതിലേക്ക് കുറച്ചൊരു ഉരുളക്കിഴങ്ങ് വേവിച്ചുടച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം സൈസുള്ള ഒരു ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളൂ, കൂടുതൽ വേണ്ട. ഇനിയിപ്പം ഈ ഒരു കിഴങ്ങിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാം കേട്ടോ, കുഴപ്പമില്ല. കാരണം നമ്മൾ ഇതിലേക്ക് മുട്ട പുഴുങ്ങിയതോടെ ചേർക്കുന്നുണ്ട്. അപ്പം ആ ഒരു ചിക്കൻ്റെ ഉള്ളിയുടെ മിക്സ് മാത്രം മതി എന്നുണ്ടെങ്കിൽ അതാക്കാം. ഇനിയിപ്പോൾ ചിക്കൻ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കിഴങ്ങും ഉള്ളിയുടെ മിക്സും മാത്രമാക്കിയിട്ട് മുട്ട വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ഏത് രീതിയിലും ചെയ്യാം. അപ്പോൾ കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഇനി ചൂടാക്കുകയൊന്നും വേണ്ട. എല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മാത്രം മതിയാകും. ഇതുപോലെ ആക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇനി നമ്മൾ ആദ്യം കുഴച്ച് വെച്ചിട്ടുള്ള മാവ് എടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഈ ഒരു മാവിനെ നമുക്കൊരു കറക്റ്റ് 2 ഭാഗമാക്കി 2 ബോളാക്കി എടുക്കാം. എന്നിട്ട് ആദ്യത്തെ ബോൾ എടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കണം. അപ്പം അത്യാവശ്യം ഒന്ന് പൊടിയിട്ട് കൊടുത്തിട്ട് വേണം പരത്തിയെടുക്കാൻ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചൊരു പൊടിയൊക്കെ ഇട്ടിട്ടൊന്ന് ശ്രദ്ധിച്ച് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ രീതി ഞാൻ കാണിക്കുന്നുണ്ട്, അതുപോലെ ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഇത് പരത്തിയെടുക്കുന്ന സമയത്ത് പൂരിക്കൊക്കെ പരത്തുന്ന പോലെ അല്ലെങ്കിൽ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ അത്രയ്ക്ക് കനം കുറയേണ്ട ആവശ്യമില്ല. ഒരു ഇത്തിരി കട്ടിയിൽ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് എടുക്കുന്നത് കൊണ്ടാണ്. അപ്പം മാക്സിമം കഴിയുന്നത്ര ഇത്രയും വലുതാക്കിയിട്ട് തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഒരു ഇത്തിരി പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം ഇതുപോലെ പരത്തിയെടുത്തത് ഒരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. എന്നിട്ട് അടുത്ത ബോൾ എടുത്തിട്ട് ഇതുപോലെ തന്നെയാണ് കേട്ടോ പരത്തിയെടുക്കുന്നത്. ഇതേ വലുപ്പത്തിൽ തന്നെ അത്യാവശ്യം നല്ലോണം തന്നെ പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് പരത്തിയെടുക്കുന്നത്. മാവ് നമ്മൾ കുഴയ്ക്കുന്ന സമയത്ത് വെള്ളം കൂടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ സമയത്തൊക്കെ ഒരു പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ ലാസ്റ്റ് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കറക്റ്റ് ആ ഒരു തിക്കിലും കുഴച്ചെടുത്താൽ മതിയാകും. ഇതുപോലെ വലുതാക്കി പരത്തിയെടുത്തതിന് ശേഷം ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലക്കൂട്ടുണ്ടല്ലോ, അത് ആവശ്യത്തിന് 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ഒരു ഇത്തിരി ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ട് വേണമെങ്കിൽ ഇത്തിരി കൂടെ അടുത്ത് വെക്കാം. നമുക്ക് ഓരോന്നും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാനുള്ള ഗ്യാപ്പ് അനുസരിച്ചിട്ട് എത്ര എണ്ണം വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതുപോലെ മുഴുവനായിട്ടങ്ങ് ഓരോ സ്പൂണ് മസാല വെച്ച് കൊടുക്കാം. ഇനി ഒരു 3 കോഴിമുട്ട പുഴുങ്ങിയെടുത്ത് അതിൻ്റെ തൊലിയൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇതുപോലെ ഒരു മുട്ട എടുത്തിട്ട് ഒരു 3-4 പീസായിട്ട് ഇതുപോലെ കനം കുറച്ചിട്ടാണ് കേട്ടോ മുറിച്ചെടുക്കുന്നത്. വലിയ മുട്ടയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 4 പീസൊക്കെ ആക്കിയെടുക്കുക. അതാ ഈ ഒരു രീതിയിൽ മുറിച്ച് ആദ്യം തന്നെ എടുത്ത് വെക്കുക. എന്നിട്ട് നമ്മളിത് മസാല അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ മേലേക്ക് ഓരോ പീസ് മുട്ട വീതം അങ്ങ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മുട്ട എടുക്കുന്ന സമയത്ത് ഒരു സ്മോൾ സൈസ് മീഡിയത്തിൽ വരുന്ന മുട്ട എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. ഇതൊരു ഇത്തിരി വലുതായിട്ടുണ്ട്.
ഇനി ഇതിൻ്റെ വട്ടത്തിൽ ഇങ്ങനെ ഒരു ഇത്തിരി പച്ചവെള്ളം എടുത്തിട്ട് ബ്രഷിലോ അല്ലെങ്കിൽ കൈവിരലിലോ ആക്കിയിട്ട് ഇങ്ങനെ എല്ലാത്തിൻ്റെ വട്ടത്തിലൊന്ന് ആക്കി കൊടുക്കണം. നമുക്ക് അടുത്ത പീസ് മാവ് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റായിട്ട് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ എല്ലാ ഭാഗത്തും എല്ലാത്തിൻ്റെ വട്ടത്തിൽ വെള്ളമാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മാവുണ്ടല്ലോ അതെടുത്തിട്ട് ഇതുപോലെ മുഴുവനായിട്ടൊന്ന് വട്ടത്തിൽ കവർ ചെയ്ത് കൊടുക്കുക. ഇനി ഇതുപോലെ നിങ്ങൾ വലിച്ചിട്ട് കൊടുത്താൽ മതി, എല്ലാ ഭാഗത്തുനിന്ന് കവറായിരിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ഇതുപോലത്തെ സ്റ്റീൽ പാത്രം അല്ലെങ്കിൽ ഒരു ഗ്ലാസ് എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക നമ്മൾ ആ മുട്ട വെച്ചിട്ടുള്ള ഭാഗത്ത്. അപ്പം ഈ സമയത്താണ് ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ അടിഭാഗത്ത് നമ്മൾ പരത്തിയ സമയത്തൊക്കെ പൊടിയൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ഇത് ഇനി എടുക്കുന്ന സമയത്ത് കിട്ടാത്ത പ്രശ്നം ഉണ്ടാവും. അതുപോലെ തന്നെ പൊടിയിൽ വെള്ളം കൂടിയിട്ടുണ്ടെങ്കിലൊക്കെ കേട്ടോ, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ബാക്കിയുള്ള മാവ് ഇതുപോലെ അങ്ങ് എടുത്തിട്ട് പിന്നെ ബാക്കിന് ഉരുട്ടിയിട്ട് ഈ ഒരു രീതിയിൽ തന്നെ ചെയ്താൽ മതിയാവും കേട്ടോ. ഇതിങ്ങനെ കയ്യിലെടുത്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ സൈഡ് ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. വിട്ടിരിക്കുന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വലിച്ചങ്ങ് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി. ഇപ്പോൾ കാണിച്ച ആ ഒരു രീതിയിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് ഇതുപോലെ ചെയ്യാം കേട്ടോ. ചെറിയ പൂരിയുടെ വലുപ്പത്തിൽ മാവ് എടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കുക. അതിന് മേലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മസാലക്കൂട്ട് വെക്കുക. അതിന് മേലേക്ക് ഒരു പീസ് മുട്ടയും വെച്ച് കൊടുക്കുക. എന്നിട്ട് അതേ വലുപ്പത്തിൽ തന്നെ പരത്തിയിട്ടുള്ള ഒരു ചെറിയ പീസ് നമ്മൾ പൂരി പോലെ തന്നെ പരത്തിയിട്ട് അടുത്ത പീസ് ഇതിന് മേലെ വെച്ച് കൊടുക്കുക. ഏതെങ്കിലും ഒരു പാത്രം ഗ്ലാസ് ആയിട്ട് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ ഇതുപോലെ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം ഒരു ടെൻഷനില്ലാതെ അടിയിൽ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നമോ കാര്യങ്ങളൊന്നും ഉണ്ട്. നമുക്ക് സിംഗിളായിട്ട് അങ്ങ് ചെയ്തെടുക്കുമ്പോൾ ആ ടെൻഷനൊന്നും ഇല്ലാതെ ചെയ്തെടുക്കാം. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ എത്ര സിമ്പിളായിട്ടും ഈ ഒരു രീതിയിലും ചെയ്യാം കേട്ടോ. എടുത്തു കഴിഞ്ഞ ശേഷം വേണമെന്നുണ്ടെങ്കിൽ സൈഡ് ഇതുപോലെ നിങ്ങൾ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നുമില്ല, ജസ്റ്റ് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് നല്ല ചൂടുള്ള എണ്ണയിൽ വേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഒരു ഇത്തിരി കട്ടിയുള്ള മാവല്ല, അപ്പോൾ അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയി കിട്ടണ്ടേ. അപ്പോൾ ആ ഒരു രീതിയിൽ എന്നിട്ട് അത്യാവശ്യം ഫ്രൈ ആവുന്ന സമയത്ത് പിന്നെ തീ കൂട്ടി വെച്ചിട്ട് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുക. ഇതുപോലെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് അത്യാവശ്യം പാകത്തിനാവുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. എന്നിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലേക്കോ സ്ട്രെയിനറിലേക്കോ ആയിട്ട് വെച്ച് കൊടുക്കുക. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. പിന്നെ ഇത് ചൂടോടുകൂടെ മുറിച്ച് കഴിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റിൽ. തണുത്ത് കഴിഞ്ഞാൽ അത്രയ്ക്ക് പോരാ, മൈദമാവ് കട്ടി ആയതുകൊണ്ട് തന്നെ അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് നോക്കി ചെയ്താൽ മതിയാകും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സ്നാക്ക് അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക, ചെയ്ത് വെക്കുന്നുണ്ടെങ്കിലും. അപ്പോൾ പിന്നെ എന്തായാലും എന്നത്തെയും പോലെ തന്നെ നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്